ഹായ് എവറി വൺ, എൻ്റെ പേര് മർജാൻ. ഐ എം എ മൈൻഡ് പവർ ട്രെയിനർ. ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നോട് ഒരിക്കൽ ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതുമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ എൻ്റെ ലൈഫിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ പാരൻസ് ചിലപ്പോൾ നമ്മളോട് പറയുന്നുണ്ടാവും, നീ പഠിച്ചു വലിയ ആളാവണം, എന്നിട്ട് നിൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ നല്ല രീതിയിൽ നോക്കണം, അവർക്ക് നീയാണ് ഉള്ളത് എന്നൊക്കെ പറയും. സ്വന്തം സിബ്ലിങ്സിനെ നല്ല രീതിയിൽ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ പാരൻസ് അവരുടെ കുഞ്ഞു മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ഞാനാണ് ഫാമിലീനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കാണ് ഉള്ളത് എന്ന തോട്ട് അവരിൽ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ പാരൻസ് ഇത് അവരോട് പറയുമ്പോൾ ഇത് അവരിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ് മനസ്സിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തായിരിക്കും? പഠിക്കുന്ന കാലമാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലഘട്ടം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കളിയും തമാശകളും ഒക്കെ ആയിരിക്കും അവരെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെയും സ്വപ്നങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. പറയുന്ന പാരൻസിന് ഇത്രമാത്രമേ ഇൻറ്റൻഷൻ ഉണ്ടാവുള്ളൂ, ആ കുട്ടിയെ പഠനത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് അവളുടെ കരിയർ ഒന്ന് സെറ്റാക്കി എടുക്കണം, അവൾ നല്ലൊരു ജോലി വാങ്ങി എസ്റ്റാബ്ലിഷ്ഡ് ആവണം, സെറ്റിൽഡ് ആവണം എന്ന് മാത്രമേ ആ പാരൻസ് ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇത് കുട്ടിയുടെ മനസ്സിൽ വേറൊരു രീതിയിലാണ് വർക്കൗട്ട് ആവുന്നത്. പതിയെ പതിയെ ആ കുട്ടി ഞാൻ കുട്ടിയാണെന്നുള്ള ബോധം മാറി ഞാനൊരു പാരൻ്റൽ റോളിലേക്ക് അവൻ മാറാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ റോൾ റിവേഴ്സൽ എന്ന് പറയുന്നത്. ഇവിടെ അവൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അവൻ മാറ്റുകയാണ്. ഇങ്ങനെ അവൻ മെച്ചുവേർഡ് ആയിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ തുടങ്ങും. ഇതൊന്നും പാരൻസ് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ അച്ഛന് സ്ഥിരമായിട്ടുള്ളൊരു ജോലി ഉണ്ടാവില്ല, ചിലപ്പോൾ അസുഖം കാരണം അച്ഛൻ കിടപ്പിലായിരിക്കും, അതുമല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്ത വീടായിരിക്കും. എന്തായാലും സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത വീടുകളിൽ സ്വന്തം വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഏതൊരു പാരൻസിൻ്റെയും പ്രതീക്ഷകൾ പിന്നെയുള്ളത് കുട്ടികളിലാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾ കുട്ടികളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവരിൽ സംഭവിക്കാവുന്ന ഇമ്പാക്റ്റ് ഈ പാരൻസും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ മനസ്സുകൊണ്ട് നിർവഹിക്കുമ്പോൾ അവരറിയാതെ ഒരു മെച്ചുവേർഡ് പേഴ്സൺ ആയിട്ട് മാറുകയും മറ്റുള്ളവർ ഈ കുട്ടിയെ കാണുമ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എന്തൊരു മെച്ചുവേർഡ് ആയിട്ടാണല്ലേ ഈ കുട്ടി ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പോവുകയും ചെയ്യും. ഇത് അവരുടെ അഡൽട്ട് ലൈഫിൽ അവരിൽ വല്ലാത്തൊരു റെസ്പോൺസിബിലിറ്റി തോട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനാണ് എൻ്റെ കുടുംബത്തിലെ ബ്രെഡ് വിന്നർ, ഞാനാണ് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇയാൾ പ്രയോറിറ്റി ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാൾ സ്വയം ഏറ്റെടുക്കും. അത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും ആലോചിക്കാതെ അത് ഞാൻ ചെയ്തോളാം, അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലായിരിക്കും അയാളുടെ തോട്ടുകൾ പോകുന്നത്. ഇവിടെ എൻ്റെ ഫാമിലിയിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഞാനാണ് എല്ലാവരെയും കെയർ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇതെല്ലാം ഫിക്സ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റേതാണ് എന്നായിരിക്കും അയാൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ കുടുംബത്തിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യരുത് എന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും നമ്മുടെ ഫാമിലിയെ സ്നേഹിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അയാൾ ഇതെല്ലാം ചെയ്യുന്നത് അയാളെ മറന്നുകൊണ്ടാണ്. അയാളുടെ ആവശ്യങ്ങൾ ചുരുക്കും, അയാളുടെ ഇഷ്ടങ്ങളെ അവഗണിക്കും, അയാളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും എല്ലാം മറ്റുള്ളവർ കാണാതെ ഇയാൾ സപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് പിന്നീട് അവരിൽ കൂടുതൽ ദേഷ്യവും ഗിൽട്ടും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. ചെറിയ പ്രായത്തിൽ തന്നെ ഈ പാരൻസ് എങ്ങനെയാണോ ചിന്തിക്കേണ്ടത് അതുപോലെ ചിന്തിച്ച് പാരൻസ് എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് അതെല്ലാം ആ കുട്ടി ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വലിയ ആളുടെ മനസ്സിലേക്ക് ഈ കുട്ടിയുടെ മനസ്സ് പറിച്ചു നടുമ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിത്തമാണ് അവിടെ നഷ്ടമാവുന്നത്. ഒരു കുട്ടിയുടെ മനസ്സാണ് ഇല്ലാതായി പോകുന്നത്. അവർ പോലും അറിയുന്നില്ല അവർ ഈ ട്രാക്കിലൂടെയാണ് പോകുന്നത് എന്ന്. പതിയെ പതിയെ അവരുടെ മനസ്സിൽ പുറത്ത് പ്രകടമാവാത്ത രീതിയിൽ തന്നെ അവർക്ക് പാരൻസിനോട് അകൽച്ച വരും, ചെറിയൊരു ഇഷ്ടക്കേട് വരും, ചെറിയൊരു സ്നേഹക്കുറവ് തോന്നും.
വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവും. അവരറിയുന്നില്ല എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാരൻസുമായിട്ട് നല്ലൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇതേപോലെ തന്നെ ഇതിനെ നമുക്ക് റീപാരൻറ്റ് ചെയ്യുകയും അതിനെ ഹീൽ ചെയ്യുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയെ തിരിച്ചു പിടിക്കാം. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുമായിട്ടും നിങ്ങളുടെ പാരൻസുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ്. ഇങ്ങനെ പാരൻ്റൽ ഇഷ്യൂസുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു കണക്ട് മീ. 1-to-1 mentoring is available.